Meet the editors. വേടനെ ഒഴിവാക്കണോ എന്നാണ് ചോദ്യം. സ്മൃതി, കാലിക്കറ്റ് സർവകലാശാലയുടെ ഓണേഴ്സ് കോഴ്സിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിഗ്രി വിഷയത്തിൽ താരതമ്യ സാഹിത്യ പഠനം എന്ന പേപ്പറിലെ മൊഡ്യൂളിലാണ് ഈ പറയുന്ന രണ്ട് ഗാനങ്ങൾ, മൈക്കിൾ ജാക്സൻ്റെയും വേടൻ്റെയും രണ്ട് പ്രധാനപ്പെട്ട ഗാനങ്ങൾ, റാപ്പ് ഗാനങ്ങൾ താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അജിത ഹരെ പോലെയുള്ള ഈ ഗൗരി ലക്ഷ്മിയുടെ പാട്ടും ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇതിലിപ്പോൾ ചാൻസലർ ഇടപെടുന്നു, ചാൻസലർ പരാതി കിട്ടുന്നു, ചാൻസലർ VC-ക്ക് ആ പരാതി കൈമാറുന്നു. VC ബഷീറിനെ പോലെയുള്ള ഒരു മുതിർന്ന അധ്യാപകനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുന്നു. എന്നിട്ട് വിചിത്രമായ ന്യായങ്ങൾ നിരത്തി ഒരു റിപ്പോർട്ടും കൊണ്ടുവരുന്നു. ഇപ്പോൾ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തേണ്ട, ഗൗരി ലക്ഷ്മിയുടെ പാട്ടും അതിൽ ഉൾപ്പെടുത്തേണ്ട എന്നതാണ് ഇപ്പോഴത്തെ ഈ പഠന സമിതിയുടെ ശുപാർശ. വേടനെ ഒഴിവാക്കാനാണോ? വേടനെ ഒഴിവാക്കാനാണ് നമ്മുടെ ചോദ്യം. വേടനെ ഒഴിവാക്കണോ എന്നുള്ളതാണ്. വേടനെ ഒഴിവാക്കണ്ട എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ അഭിപ്രായം. പക്ഷേ അത് ഒഴിവാക്കാനുള്ള മാർഗം എന്നാണ്, ഈ വന്ന വഴിയാണ് പരിശോധിക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരാതി പോകുന്ന 5 പരാതികളാണ് VC-ക്ക് കിട്ടുന്നത്. അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് ചാൻസലറിലേക്ക് പരാതി പോകുന്നു. ചാൻസലറാണ് ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു വിദഗ്ധ സമിതിയെ ഏർപ്പാടാക്കുന്നു. ഡോക്ടർ MM ബഷീർ നമുക്കറിയാവുന്ന പോലെ സാഹിത്യത്തിലും അധ്യാപകൻ എന്ന നിലയ്ക്കും ഒക്കെ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ്. MM ബഷീറിനെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് റിപ്പോർട്ട് തേടുക എന്നുള്ളതിൽ അതിബുദ്ധിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ആരെയും വേദനിപ്പിക്കാത്തതാണ്. വേടനെയും ഗൗരിയും വേദനിപ്പിക്കില്ല, അപ്പുറത്തെ വിദ്യാർത്ഥികളെയും വേദനിപ്പിക്കില്ല, യൂണിവേഴ്സിറ്റിയും വേദനിപ്പിക്കില്ല, പരാതി നൽകിയവർക്ക് സന്തോഷവുമാകും. ആ തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അത് നോക്കൂ, അത് എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാത്തതെന്നാണ് പറയുന്നത്. കുട്ടികൾ പ്രാപ്തരല്ല, കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും വിലയിരുത്താൻ പ്രാപ്തരല്ല എന്നുള്ളതാണ് ഗൗരിയുടെ അജിത ഹരയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പുറത്തും ഈ പറയുന്ന മൈക്കിൾ ജാക്സന്റെയും വേടന്റെ സംഗീതവും വിലയിരുത്താനാവുന്ന കഴിവ് ഈ വിദ്യാർത്ഥികൾക്കില്ല എന്നാണ് പറയുന്നത്. അതിലെ വാചകം ഇതാണ്: അജിത ഹരെ മാധവ ശ്രീരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കഥകളിയിലെ പദങ്ങൾക്ക് സന്ദർഭമനുസരിച്ചാണ് വിളംബിത കാലമോ ദ്രുതകാലമോ വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കഥകളി സംഗീതമൊക്കെ നല്ലോണം അറിയാവുന്ന ആളാണ് MM ബഷീർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് പഠിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാം, പക്ഷേ ആ തരത്തിൽ പഠിക്കാൻ ഇത് ഒരു സംഗീതം ഐച്ഛിക വിഷയമായി എടുക്കുന്നവർക്ക് പറയാനാണെങ്കിൽ ഒരു പക്ഷേ ഈ താരതമ്യം സാധിക്കും. BA മലയാളം കുട്ടികൾക്ക് എങ്ങനെയാണ് സംഗീതത്തിൽ താരതമ്യം സാധിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗവും അതിൻ്റെ താളവും അതിൻ്റെ ചിട്ടയും അതൊക്കെ പരിശോധിക്കാനാണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഈ പാഠം ഇവരെ രണ്ടുപേരെയും സിലബസിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ. ആ സന്ദേശമാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പഠിക്കണമെന്ന് പറയുന്നത്? കാലത്തിന് അനുസരിച്ച് അല്ലാതെ ഒരു ഓളത്തിനനുസരിച്ച് മുന്നോട്ട് പോകുകയല്ല, ഒരു കലഹമുണ്ടാക്കിക്കൊണ്ട്, ഇവിടെ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് എന്ന് അറിയിക്കുന്ന 2 പേരാണ്. അങ്ങനെ ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായി വരികയാണ്. അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അതിശക്തമായി സമൂഹത്തോട് സമ്മതിക്കുന്നവരാണ്. ആ സമ്മതിക്കലിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ അവരെ പാഠപുസ്തകത്തിൽ അവരുടെ സംഗീതം ഉൾപ്പെടുത്താൻ കാരണം. ഡോക്ടർ അരുൺ ഷോയിലല്ലേ വേടൻ വന്നത്? അന്ന് അദ്ദേഹം എത്ര സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞത്, ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, അതിനപ്പുറം പോകാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എൻ്റെ വരികൾ ഇവിടെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമുണ്ട് എന്ന് പറയാണ്. വേടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടൻ നൽകുന്ന പാഠം അല്ലെങ്കിൽ ഈ പറയുന്ന ഗൗരി നൽകുന്ന പാഠം അത് സിലബസിൽ നിന്നും സമൂഹത്തിന് കിട്ടേണ്ടതല്ല. സമൂഹത്തിൽ നിന്നാണ് അത് സിലബസിലേക്ക് വന്നിരിക്കുന്നത്. അത് വ്യത്യാസമുണ്ട്. അത് സമൂഹത്തിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അത് വേടൻ എന്ന കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള പാഠമല്ല, അതിലപ്പുറമുള്ള ചില പാഠങ്ങളുണ്ട്. കടന്നു വന്ന വഴികൾ, കഠിന പ്രയത്നത്തിലൂടെ കടന്നു വന്ന വഴികൾ, ഇപ്പോഴും നേരിടുന്ന വിഷയങ്ങൾ പൊതുസമൂഹമായി അത് സമ്മതിക്കുമ്പോൾ അതിൽ ഒരു ചർച്ചയ്ക്കും തുടർന്നുള്ള ഒരു ആളുകൾക്ക് അത് മനസ്സിലാക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാനുമൊക്കെ കഴിയുന്നത് ഈ യുവാക്കളുടെ വലിയ നിര ഈ സംഗീതം കേൾക്കാനൊക്കെ എത്തുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. വലിയ രീതിയിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ സന്ദേശമാണ്. ഇപ്പോൾ അജിത ഹരെ എന്ന് പറഞ്ഞ കഥകളി പദം എങ്ങനെയാണ് ഗൗരി വേദിയിൽ അവതരിപ്പിക്കുന്നത്? ഗൗരി ഒരു കുട്ടിക്കുപ്പായം ഇട്ടിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അത് കുചേലവൃത്തം എങ്ങനെയാണ് ഈ കുട്ടിക്കുപ്പായമിട്ട് വേദിയിൽ അവതരിപ്പിക്കുക എന്ന് നെറ്റിച്ചുളിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പരാതിക്ക് പിന്നിൽ. ഗൗരി നമ്മുടെ തന്നെ മോർണിംഗ് ഷോയിൽ, നമ്മൾ എഡിറ്റോറിയൽ ഒരുമിച്ച് മോർണിംഗ് ഷോ നടത്തുന്ന ഘട്ടത്തിൽ ഗൗരി നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളതാണ്. ഗൗരിയുടെ സംസാരത്തിലെ ക്ലാരിറ്റി, ഗൗരിയുടെ രാഷ്ട്രീയത്തിൻ്റെ ക്ലാരിറ്റി, അത് പാട്ടിലും വരികളിലും സംസാരത്തിലും ഒക്കെയുണ്ട്. ആ ക്ലാരിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരി ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ ആ കഥകളി പദമായ
അജിത ഹരെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വാദകരിലേക്ക് എത്താൻ, കൂടുതൽ കേൾവിക്കാരിലേക്ക് എത്താൻ, കൂടുതൽ യുവാക്കളിലേക്ക് എത്താൻ ഇപ്പോൾ ഗൗരിയുടെ അവതരണം കൊണ്ടായിട്ടുണ്ട്. എത്ര പേരാണ് അത് മൂളുന്നത്, എത്ര പേരാണ് അതിന് ആസ്വദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ആ വേദിയിൽ അവതരിക്കുമ്പോൾ അപ്പുറത്ത് അത് കാണാൻ എത്തുന്ന യുവാക്കളുടെ ഒരു വലിയ കൂട്ടമാണ്. ഒരു കഥകളി പദം കേൾക്കാൻ അത് താല്പര്യമുള്ളവരെ അത് പോവുകയുള്ളൂ. വളരെ ചെറിയ ഒരു ഗ്രൂപ്പായിരിക്കും അത്. പക്ഷേ ഇതങ്ങനെയല്ല, വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുണ്ട്. അപ്പോൾ അത്രയും പോസിറ്റീവായ കാര്യം അവിടെ നടക്കുമ്പോൾ അതായിരുന്നു യഥാർത്ഥത്തിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കാരണം. അപ്പോൾ ഇതിൽ നിന്ന് പിന്നാക്കാൻ പോവുകയാണ്. ഇത് സമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് വരുമ്പോൾ, വാർത്തയാകുന്നു എന്ന് കാണുമ്പോൾ എന്നാൽ അത് ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു വലിയ വിപ്ലവകരമായ തീരുമാനം ഇതാ ഞങ്ങൾ എടുക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. അത് കഴിഞ്ഞ് ഈ തരത്തിൽ ഈ പറയുന്ന എതിർപ്പുകൾ വരുമ്പോൾ പിന്നോട്ടോടുക. ഇതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കുമാരനാശൻ്റെ കാലത്ത് തന്നെ കുമാരനാശന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നീട് മാറ്റിയിട്ടുണ്ട്. അത് എന്തായിരുന്നു കാര്യം? അതിലെ ഇതിവൃത്തം എന്താണ്? അതിൽ അന്തർജനമാണ് നായിക, അപ്പുറത്ത് നായകൻ ഒരു പുലയനാണ്. അപ്പോൾ ഇതാണ് ജാതീയത തന്നെയാണ് ആത്യന്തികമായ വിഷയം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഒരേ കാലത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നലെ നടത്തിയിരുന്ന ചർച്ചയുടെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കണ്ടാൽ മതി. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു അതർ സ്റ്റോറി കൂടി അവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇന്നലെ ജിമ്മി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തിരുവനന്തപുരത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു വാടക വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ ആലോചിക്കുകയാണ്, 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഇന്നലെയല്ല, 25 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് അത് സംഭവിക്കുന്നുണ്ടെന്നാണ്. അതിപ്പോൾ വല്ലാത്ത രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് ജാതീയത തന്നെയാണ്. ഇതൊരു BJP സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പരാതിയിന്മേലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്, പിന്നാക്കം പോയിരിക്കുന്നത്. അതാണ് അതിൽ ഡോക്ടർ MM ബഷീറിനെ പോലുള്ള ആളെ കൊണ്ട് ഇതിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അത് എങ്ങും തൊടാതെ വേദനിപ്പിക്കാതെ റിപ്പോർട്ട് നൽകുന്നു. അതങ്ങനെ പാഠഭാഗത്തിൽ നിന്ന് മാറ്റുന്നു. വേടനും ഗൗരിയും അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ സിലബസിന് പുറത്തുള്ള പാഠങ്ങളാണ്. അത് പൊതുസമൂഹം, യുവാക്കൾ അത് സ്വാംശീകരിച്ചിട്ട് അത് കഞ്ചാവിൻ്റെ കഥയല്ല. ഇനി ആ രൂപത്തിലൊരു കട്ടായിട്ട് പോകേണ്ട കാര്യമില്ല. അവർ പറയുന്ന രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനം. ആ രാഷ്ട്രീയം ഇവിടെ കേരളം സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. ഓക്കെ ജിമ്മി, ഇത് വേടനെ ഒഴിവാക്കാൻ ഉള്ളൊരു ബോധപൂർവമായ ശ്രമം എന്ന നിലയിലാണ് ഇപ്പോൾ പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്താണ് കരുതുന്നത്? വേടനെ ഒഴിവാക്കാനാണോ ഈ നീക്കം? വേടനെ ഒഴിവാക്കണോ? ചരിത്രത്തിൽ നിന്ന് തുടങ്ങണം. കുമാരനാശാൻ്റെ ദുരവസ്ഥ നിരോധിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ BA മലയാളമാണ്. വളരെ മനോഹരമാണ് അതിൻ്റെ ചരിത്രം. നോക്കൂ, BA മലയാളത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. BA മലയാളത്തിൽ തന്നെ ഇപ്പോൾ വേടനും വന്നു നിൽക്കുന്നു. ദുരവസ്ഥയിൽ കീഴാളനായ ഒരു മനുഷ്യൻ അന്തർജനം കിടക്കപ്പായിലേക്ക് ക്ഷണിക്കുന്നു. എക്സാക്ട്ലി അതായിരുന്നു എൻ്റെ പ്രശ്നം. സദാചാര പ്രശ്നമായിരുന്നു ഉന്നയിച്ചത്, അല്ലാതെ വേറൊന്നും. സദാചാര പ്രശ്നമാണ്. ജാതി മതമൊന്നും പറയാൻ ഭയമായതുകൊണ്ടോ അതിൽ ചിലവാകാത്തതുകൊണ്ടോ സദാചാര പ്രശ്നം പറയുന്നു. അത് ദുരവസ്ഥ എന്ന് പറയുന്ന മഹാകവി കുമാരനാശാൻ്റെ സൃഷ്ടി കേരള യൂണിവേഴ്സിറ്റി കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു നാടാണ് കേരളം. അവിടെ നിന്ന് കുമാരനാശാൻ്റെ ദുരവസ്ഥ ആരെങ്കിലും വായിക്കാതിരുന്നു? കുമാരനാശാൻ്റെ ദുരവസ്ഥ കേരളം ശ്രദ്ധിക്കപ്പെടാതെ പോയോ? കുമാരനാശാൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന ഈഴവൻ മഹാകവിയായി മാറിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് ചരിത്രം. അതുകൊണ്ട് സാഹിത്യ സൃഷ്ടികളെ വിലയിരുത്തുന്ന ആളുകൾ, കാലത്തിന് അനുസരിച്ച് അല്ലാതെ വിലയിരുത്തുന്ന ആളുകൾ ചവറ്റുകുട്ടയിലേക്ക്, ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോവുകയും ഉത്തമമായ കലാസൃഷ്ടികൾ അത് എഴുതിയവർ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നവരുമായി മാറുകയും ചെയ്യും. ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ കുറിച്ചൊരു കമ്പൈലേഷനുണ്ട്. അതിൻ്റെ പേര് ദ ലോസ്റ്റ് വേർഡ്സ് എന്നാണ്. അതിമനോഹരമായ ഒരു കമ്പൈലേഷൻ. അതിനകത്ത് വളരെ വിചിത്രമായ കാരണങ്ങളാൽ ഓരോരോ കാലത്ത് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുള്ള കഥയുണ്ട്. ഇവിടെ കേരള സർവകലാശാലയിലെ കുമാരനാശാൻ്റെ ദുരവസ്ഥ നിരോധിച്ചതിന് ശേഷം നമ്മളിപ്പോൾ നേരെ ഒരു 100 വർഷം മുമ്പോട്ട് വന്ന് നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പുസ്തകം എങ്ങനെയെങ്കിലും, ഈ കൃതി എങ്ങനെയെങ്കിലും നിരോധിക്കണം എന്ന താല്പര്യം ആർക്കായിരുന്നു? അതിനു മുമ്പേ തുടങ്ങിയതല്ല. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? 8-9 മാസമായി. വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതജ്ഞൻ കേരളത്തിൽ സജീവമായതുപോലെ സംഘപരിവാറിന് ക്രിമികളി തുടങ്ങിയതാണ്. എത്ര സംഘപരിവാർ നേതാക്കൾ, സംഘപരിവാറിലെ എത്ര സംഘടനകൾ വേടനെതിരെ പറഞ്ഞു തുടങ്ങിയതാണ്. എന്തായിരുന്നു പ്രശ്നം? വേടൻ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, വേടൻ ജാതീയത പറയുന്നു. കേരളം ജാതിയില്ലാത്ത നാടാണല്ലോ. അങ്ങനെ ജാതീയത പറഞ്ഞ കേരളത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു സമൂഹത്തെ എല്ലാത്തിനും കൂടെ കെട്ടിപ്പിടിച്ച് നമ്പൂതിരി മുതൽ നായാടി വരെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ വേടൻ അവർക്കൊരു പ്രശ്നമാണെന്നേ. വേടൻ പ്രശ്നമായതുകൊണ്ട് ജാതിയിലെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടാണ്. വേടനായി ജനിച്ച മനുഷ്യൻ, അയാളുടെ പേര് തന്നെ അതിൻ്റെ ഒരു എപ്പിറ്റോമാണ്. ഓരോ ജാതിയിൽ ജനിച്ച മനുഷ്യൻ അത് എങ്ങനെയാണ് അത് അനുഭവിക്കുന്നതാണ് അയാളുടെ പാട്ടുകളിലൂടെ പറഞ്ഞത്.
അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വേടൻ എന്ന ആളിന്, വേടൻ എന്ന ഒരു വലിയ ഒരു സംഗീതജ്ഞന് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാവാൻ തടയാനാണ് ആദ്യം ശ്രമിച്ചത്. അത് 8 നിലയിൽ ചീറ്റിപ്പോയി. ഇത് മനസ്സിലാക്കി വേടനെതിരെ കേസെടുത്ത സമയത്ത് ഇടതുപക്ഷം വളരെ കൃത്യമായി വേടനെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സംഘപരിവാരം നേരെ തിരിച്ചാണ്, ഇപ്പോഴും അതേ നിലപാടാണ്. എന്നിട്ട് നോക്കൂ, വേടനെ അടിക്കാൻ അടുത്ത ഒരു വഴി കിട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ BA മലയാളത്തിൽ ഇത് വരുന്നത്. അതിനകത്തെ പരാതിയിലെ വരി, എന്തിനാണ് ഈ പുസ്തകം നിരോധിച്ചത് എന്നുള്ളത് ഒരു കാര്യം, പക്ഷേ പരാതിയിലെ വരികൾ വളരെ രസകരമാണ്. വേടൻ്റെ ഗാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ 8 മാസമായി സംഘപരിവാരം പറഞ്ഞ അതേ വാചകമാണ് പരാതിയിലുള്ളത്. അല്ലാതെ ഡോക്ടർ MM ബഷീർ ഇപ്പോൾ ഇത് നിരോധിക്കാൻ പറഞ്ഞ കാരണം അവസാനമേ വരുന്നുള്ളൂ. തെറ്റായ സന്ദേശം കൊടുക്കുന്നു. പിന്നെ ഗൗരി ലക്ഷ്മി പാടിയപ്പോൾ ഭക്തി മാറിപ്പോയി, വേറൊരു വാദമാണ്. എന്ന് വെച്ചാൽ കഥകളിപ്പദം വളരെ ഭക്തിയോടെ പാടേണ്ടത് ഒന്നാണെന്നും അത് ശാസ്ത്രീയ സംഗീതത്തിൽ അവർ പാടിയപ്പോൾ അതിൻ്റെ ഭക്തി മാറിപ്പോയി എന്നും പറയാണ്. ഭക്തി മാറിപ്പോയാൽ എന്താണ് കുഴപ്പം എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ മറുപടി? പുതിയ കാലത്ത് അങ്ങനെ പുതിയ എത്ര പാട്ടുകൾ വന്നിട്ടുണ്ട്. ആലായാൽ തറ വേണം എന്ന പാട്ടിൻ്റെ കൗണ്ടർ നമ്മൾ കേട്ടില്ലേ? ആലായാൽ തറ വേണോ എന്ന് ചോദിച്ചിട്ട് പാട്ടുണ്ടായില്ലേ? അന്ന് എന്തായിരുന്നു പുകിൽ? അപ്പോൾ കാലം പല കാര്യങ്ങളെയും മാറ്റി വായിക്കാൻ ശ്രമിക്കുമ്പോൾ, പുതിയ ആഖ്യാനങ്ങൾ ചമയ്ക്കുമ്പോൾ അതിനെ തടയലാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അത് കുമാരനാശാൻ്റെ കാലത്തായാലും അങ്ങനെയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന കാലത്തും അങ്ങനെയാണ്. ഡോക്ടർ MM ബഷീർ ഇതിന് പറഞ്ഞ ന്യായം ഈ സംഗീതം പഠിക്കാൻ കുട്ടികൾക്ക് കഴിവില്ല, അത് താരതമ്യം ചെയ്യാനുള്ള കഴിവില്ലെന്ന്. എനിക്കറിയില്ല, ഞാനൊരു അക്കാഡമീഷ്യൻ ഒന്നുമല്ല. പക്ഷേ ഈ പരാതി വന്ന വഴി നോക്കുമ്പോൾ ഇതിന് ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം പറഞ്ഞു വെച്ച കാരണം ഇതാണ്. അത് ഞാൻ പറയാൻ കാരണം, ഈ സിലബസ് എടുത്ത് നോക്കുമ്പോൾ താരതമ്യ പഠനം എന്നാണ് പറയുന്നത്. വേടൻ്റെ ഗാനവും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൻ്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്നതും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, താരതമ്യ പഠനം എന്നാൽ ഗാനത്തിൻ്റെയും സംഗീതത്തെക്കുറിച്ചുള്ള താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം? അതിന് അദ്ദേഹം മുകളിലൊരു ന്യായം പറയുന്നുണ്ട്. റാപ്പ് സംഗീതത്തിന് നൃത്തച്ചുവടുകൾക്കും ചലനങ്ങൾക്കുമാണ് പ്രാധാന്യം. സാഹിത്യ ഭംഗിയോ സംഗീത മേന്മയോ ഇല്ല. റാപ്പ് സംഗീതം ഡാൻസ് ആണെന്നാണ് പറഞ്ഞത്. റാപ്പ് സംഗീതം ഡാൻസേ അല്ല. ഇത് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരൻ്റെ പാട്ടായി തുടങ്ങിയതാണ്. പാട്ടിനൊപ്പം താളങ്ങളുണ്ടാകും, പക്ഷേ അതിൻ്റെ വരികൾ, അതിൻ്റെ സംഗീതം, അതിൻ്റെ താളം, നൃത്തം പിന്നെയാണ് സർ, നൃത്തം പിന്നെയാണ്. അത് വളരെ മനോഹരമായി വന്നു തുടങ്ങിയ കഥയാണ്. സിറിയാനിൻ മാറിന മുറിവിൽ ചോരയലിപ്പതിൻ ഈച്ചയരിപ്പു എന്ന് തുടങ്ങുന്ന ഗാനം, അയിലിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളപ്പു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതാണ് വേടൻ്റെ ഈ നിരോധിക്കപ്പെട്ട ഗാനം. ഇതിൽ സാഹിത്യമില്ല, ഇതിന് ഭംഗിയില്ല, ഇതിന് സംഗീതമില്ല, ഇതിന് താളമില്ല എന്ന് പറയുന്നതിൻ്റെ, ഞാനിപ്പോഴും പറയുന്നു, ഞാനൊരു അക്കാഡമീഷ്യനല്ല, ഡോക്ടർ MM ബഷീറിനോട് തർക്കിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ അതിന് സാഹിത്യവും അതിനകത്ത് അക്ഷരഭംഗിയും ഇല്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണെന്നേ പറയാനുള്ളൂ. ഇത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൻ്റെ കൂടെ ഭാഗമാണ്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ സംഘപരിവാരം ടെക്സ്റ്റ് ബുക്കുകളെ അരിച്ചരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ ഇങ്ങ് കർണാടകം വരെ എത്ര സ്ഥലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഗുജറാത്തിലെ ജർമ്മനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഹിറ്റ്ലർ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ച് പരാമർശമില്ല എന്നുള്ളത് വലിയ വിവാദമായി കണ്ടതല്ലേ. കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ്റെ പാഠഭാഗങ്ങൾ അങ്ങ് കുറയ്ക്കുകയാണ് കോവിഡിൻ്റെ സമയത്ത്. അതിനുശേഷം തിരിച്ചൊന്ന് കൊണ്ടുവന്നു, പിന്നെ വീണ്ടും തിരിച്ചു മാറ്റി. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് നമ്മളൊരു വാർത്ത വായിച്ചില്ലേ, മുഗൾ ഭരണകൂടത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പറയാതെ അതങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഈ ഭൂതകാലത്തെ നന്നാക്കാനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, ഭൂതകാലത്തിൽ നടന്ന പല കാര്യങ്ങളും അത് അങ്ങനെയല്ല സംഭവിച്ചത്. അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ വന്നതിന് ശേഷം പോറസ് അലക്സാണ്ടർ ചക്രവർത്തിയെ തോൽപ്പിച്ചു. അന്ന് അമ്പ് കൊണ്ടിട്ട് അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയയിൽ പോയി മരിച്ചു. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ഭൂതകാലത്തെ തിരുത്താൻ ശ്രമിച്ച എന്ത് ചെയ്യും? ഒരു കാലത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പണ്ട് ഇത്തരം പുറത്തു നിന്ന് ആളുകൾ വന്ന് തോറ്റപ്പം മുണ്ടില്ലാതെ ഓടിയത് നമ്മളെന്ത് ചെയ്യണം? അത് പഴയ കാര്യമല്ലേ, അത് കഴിഞ്ഞു. അത് ഇപ്പോഴും എന്തോ വലിയ മുറിവായി കൊണ്ട് നടക്കുക. അന്നത്തെ കാര്യങ്ങളെ അംഗീകരിച്ച് മിണ്ടാതെ മുന്നോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്? പുതിയ ഇന്ത്യയെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? പണ്ട് കാലത്തെ തോൽവികൾ വളരെ വേദനയായി കൊണ്ടു നടക്കുകയും അതിൻ്റെ പേരിൽ വഴിയെ പോകുന്ന പാവപ്പെട്ട മുസൽമാൻ്റെ നെഞ്ചത്ത് കയറുകയും ചെയ്യുന്ന ചരിത്രബോധമേ ഉള്ളൂ ഇവർക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രാജാക്കന്മാർ വന്ന് ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ എന്തിനാ സെലക്റ്റീവായി മുസ്ലിങ്ങളുടെ കാര്യം മാത്രം പറയുന്നത്? ടിപ്പു സുൽത്താനും മുഗളന്മാരും മാത്രമേ ഇന്ത്യയിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളൂ.
ഒരൊറ്റ ഉദാഹരണം പറയാം. മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടക്കാലത്തെക്കുറിച്ചുള്ള ചരിത്ര പരാമർശങ്ങളെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? തെക്കൻ കൂറിലും വടക്കൻ കൂറിലും വലിയ ആക്രമണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം കത്തിച്ചതിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ അടുത്തിടെ വായിച്ചതാണ്. അപ്പോൾ അതെന്താ, അതങ്ങനല്ലേ? ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലങ്ങൾ ചുട്ടീകരിച്ചിട്ടില്ലേ? അപ്പോൾ വളരെ സെലക്റ്റീവായി പുറത്തു നിന്ന് ആരോ വന്നു, മുസ്ലിങ്ങൾ വന്നു, ഇവിടെ മുഴുവൻ അടിച്ചു തകർത്തു. എന്നിട്ട് അത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുക. തോറ്റതൊന്നും തോൽവിയല്ല, സത്യത്തിൽ ഞങ്ങൾ ജയിച്ചതാണ്, പിന്നെ ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തതാണെന്ന് പറയുക. ഇങ്ങനെ ചരിത്രത്തെ മാറ്റുന്ന പാഠപുസ്തകങ്ങളെ മുഴുവൻ അരിച്ചരിച്ച് വേറൊരു രീതിയിലേക്ക് തിരിക്കുന്ന ഒരു വലിയ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് വേടൻ്റെയും മറ്റുള്ള ഇത്തരം ആളുകളുടെയും അവതരണം. അവർ വരുന്നത് അപ്പോഴാണ്. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ വേടൻ വേറൊരു കഥ പറയുകയാണ്. ഇവിടുത്തെ ദളിതൻ്റെ അങ്ങ് സൊമാലിയയിലായാലും കോങ്കോയിലായാലും ശ്രീലങ്കയിലായാലും എല്ലായിടത്തും നടക്കുന്ന മനുഷ്യൻ്റെ വേദനയുടെ കഥ പറയുകയാണ്. എനിക്ക് പക്ഷേ അത്ഭുതം ഈ പാട്ട് കയറി പിടിച്ചത് എന്തുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് ആകെ ഇന്ത്യയെക്കുറിച്ച് 1-2 വരികളേ ഉള്ളൂ. ബാക്കി മുഴുവൻ ലോകം മുഴുവൻ നടക്കുന്ന ഐറിൻ്റെ കാര്യവും ഒക്കെയാണ്, അഭയാർത്ഥികളായി വന്ന് മരിച്ച മനുഷ്യരുടെ കാര്യമൊക്കെയാണ്. ഈ പാട്ടിനെ തന്നെ സെലക്ട് ചെയ്ത് എന്തായിരിക്കുമെന്ന് ഞാൻ കുറേ നേരം ഈ പാട്ടിൻ്റെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും ആകെ 2 വരിയേ ഉള്ളൂ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ പ്രശ്നം കേരളത്തിൽ ഒരു വലിയ തരംഗമായി മാറുന്ന വേടൻ എന്ന് പറയുന്ന ഈ ഹിരൺദാസ് മുരളിയെ എങ്ങനെയെങ്കിലും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായൊരു മൊത്തം പ്രോസസ്സാണ്. എവിടെ ഇയാളെ കണ്ടോ അയാളെ എതിർക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ടോ, ശരി, എന്നാൽ അവനെ ടെക്സ്റ്റ് ബുക്ക് നമുക്കങ്ങ് മാറ്റിക്കളയാം എന്ന് തീരുമാനിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഗൗരിലക്ഷ്മിയുടെ പ്രശ്നം എന്താ? ഗൗരിലക്ഷ്മി പാട്ട് പാടുമ്പോൾ അവരുടെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ളതായിരുന്നു. ഇവിടുത്തെ ഈ ശാസ്ത്രീയ സംഗീതം പാടുമ്പോൾ അവരുടെ വസ്ത്രധാരണം ശരിയല്ല ഉള്ളതായിരുന്നു വിവാദം. ആ വിവാദം നമ്മൾ മറന്നുപോയിട്ടില്ല. വേടൻ ജാതീയത പറയുന്നു, അതുകൊണ്ട് വേടൻ ശരിയല്ല എന്നുള്ളതാണ് വിവാദം. നമ്മളത് മറന്നിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം മൂടി വെച്ചിട്ട് കുട്ടികൾക്ക് സംഗീതം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന മട്ടിലുള്ള വളരെ ഒഴുക്കൻ മട്ടിലുള്ള ഒരു കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ഒതുക്കുക എന്നുള്ളതാണ് തന്ത്രം. ഇത് കേരളം മനസ്സിലാക്കുന്നു. 1. 2, ഇത് ഇന്ത്യയിലെ മൊത്തം പാഠപുസ്തകങ്ങളെ അരിക്കാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ്, ചരിത്രത്തെ തമസ്കരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൂടി മനസ്സിലാക്കണം. ഒപ്പം കുമാരനാശാൻ്റെ ഒരു കൃതി ദുരവസ്ഥ ഇല്ലാതാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന ചരിത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്. വേടൻ നിങ്ങൾക്കും അപ്പുറം മുന്നോട്ട് കുറേ കാലം ജീവിച്ചിരിക്കും. ഇന്ന് ഈ വിയോജനക്കുറിപ്പ് എഴുതിയവരും ഈ പരാതിപ്പെട്ടവരിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കമുള്ളവരുണ്ട് കേട്ടോ. ഈ BJP-ക്കാർ മാത്രമല്ല. എനിക്കത് വളരെ അത്ഭുതകരമായി തോന്നി. ഈ പരാതി എഴുതിയവരും 5 പരാതി അതിൽ പറഞ്ഞ സേവ് യൂണിവേഴ്സിറ്റി ഫോറവും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് ഒരിക്കലും ഓർക്കാത്തവരായി പോകും. കാരണം കുമാരനാശാൻ്റെ ദുരവസ്ഥയെ അന്ന് എതിർത്തവരാരാണെന്ന് പേര് പോലും നമുക്കറിയില്ല. ഈ നാട്ടിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നടന്നപ്പോൾ അന്ന് അതിനെ എതിർത്തവരാരാണെന്ന ഓർമ്മ പോലും നമുക്കില്ല. അതുപോലെ കേരള കാലിക്കറ്റ് സർവകലാശാലയെ പരാതി കൊടുത്തവരും ഈ പരാതി എഴുതി പഠിച്ചവരും ഈ പാഠപുസ്തകങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞവരും കാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോകും. വേടൻ നിലനിൽക്കും. അതാണ് ചരിത്രം നൽകുന്ന പാഠം. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഒഴിവാക്കാനാണോ വേടനെ ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം. വേടനെ ഒഴിവാക്കണോ സുജയ? വേടനെ ഒരു സിലബസിൽ നിന്ന് ഒഴിവാക്കിയാൽ വേടൻ ഈ ഒരു നമ്മുടെ കലാപരിസരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല പുറത്തേക്കുമൊക്കെ ഇപ്പോൾ വേടൻ എത്രത്തോളം സ്വീകാരനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ഭാഷകളിലടക്കം വേടൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ BA മലയാളം സിലബസിൽ നിന്ന് ആ 3ാം സെമസ്റ്ററിൽ നിന്ന് പുറത്തായതുകൊണ്ട് അതിലെ ഒരു പാഠഭാഗമായി ആ വേടൻ്റെ കലാരൂപം, ആ ഒരു റാപ്പ് സംഗീതം വന്നില്ല എന്നതുകൊണ്ട് വേടൻ ഒഴിവാക്കപ്പെടും. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വേടനെ ഒഴിവാക്കണോ എന്ന് ചോദിച്ചാൽ വേടനെ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഈ പാഠഭാഗത്ത് നിന്ന് വേടനെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ കൊടുക്കുകയും അത് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ MM ബഷീർ, റിട്ടയർഡ് പ്രൊഫസർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അദ്ദേഹമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. MM ബഷീർ കമ്മീഷൻ ഈ പാട്ടുകൾ ഒഴിവാക്കണം എന്നതാണ് എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്കിൽ പോലും ഒഴിവാക്കണമെന്ന കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. താരതമ്യ പഠനം വിദ്യാർത്ഥികൾക്ക് അസാധ്യമാണ് എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിദ്യാർത്ഥികൾക്ക്
പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഇത് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള കഴിവില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയില്ല എന്നതാണ് ഈ ഫൈൻഡിംഗ് ആയി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒഴിവാക്കുന്നു. അല്ലാതെ മറ്റു കാരണങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, അല്ലെങ്കിൽ സാമൂഹികമായി എന്താണ് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള വിശദമായ ഒരു പഠനമൊന്നും ആ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നതാണ്. മാത്രമല്ല, വേടൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള പഠനവും അല്ലെങ്കിൽ ഗൗരിലക്ഷ്മി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള പഠനവും അവരുടെ പ്രസന്റേഷൻ രീതിയെക്കുറിച്ചുള്ള പഠനവും അതൊന്നും ഈ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ചാൻസലറുടെ നിർദ്ദേശപ്രകാരം VC ഡോക്ടർ P. രവീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ 5 പരാതികളാണ്. അതിൽ ഒന്നാണ്, അതാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ വേണമല്ലോ, കാരണം ഒരു ഭാഗത്ത് വേടനാകുമ്പോൾ മറുഭാഗത്ത് BJPയും സംഘപരിവാറും ഒക്കെ വരണമല്ലോ, എന്നാലല്ലേ ആ ചേരുവ, ആരോപണത്തിന്റെ ചേരുവ കൃത്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ജിമ്മി ജെയിംസ് പറഞ്ഞ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട എന്നുള്ള ധ്വനിയുള്ള ആ ഭാഗത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഈ പരാതി അയച്ചിരിക്കുന്നതിൽ ഒരാൾ മാത്രമാണ് അനുരാജ് AK എന്ന് പറയുന്നയാൾ. 11-ാം തീയതി കൊടുത്ത പരാതിയാണ്. അല്ല, രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിയോജിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആൾ അഭിഷേക് പള്ളിക്കരയാണ്, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി കൊടുത്തിരിക്കുന്ന പരാതി. ഇത് രണ്ടും ഒരേ ദിവസമാണ് ഈ പരാതികൾ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പരാതി സെനറ്റ് അംഗമായ ഹരീഷിൻ്റെതാണ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടേതാണ് അടുത്തത്. പിന്നൊന്ന് രാജീവ് കുമാർ വീറ്റി. അങ്ങനെ 5 പരാതികൾ വന്നു. ആ പരാതികളിൽ വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് മാറ്റുക എന്നത് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേത് വേടന്റെ ഭൂമിയിൽ ഞാൻ വാഴുന്നിടം എന്ന ഗാനം അത് സിലബസിൽ നിന്ന് ഒഴിവാക്കണം. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന കാര്യമാണ് ഇവിടെ ജിമ്മി സാർ ചൂണ്ടിക്കാട്ടിയത്. പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പാഠഭാഗമാക്കണം എന്നതാണ് മറ്റൊരു ആവശ്യമായി കൂട്ടിച്ചേർക്കുന്നത്. അതായത് വേടനെ ഒഴിവാക്കുക മാത്രമല്ല, അവിടെ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാകണം. ആ റീപ്ലേസ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി ഈ കവിതകളുടെ അല്ലെങ്കിൽ ഗൗരിലക്ഷ്മിയുടെ പാട്ടിന്റെ കുചേലവൃത്തം കഥകളിയിലെ അജിത ഹരേ മാധവ എന്ന പദം, അതൊരു പദമാണ്, കഥകളി പദമാണ്. അപ്പോൾ ആ കഥകളി പദത്തെ തന്റേതായ രീതിയിൽ പുനരാവിഷ്കരിക്കുകയാണ് ഗൗരി ചെയ്തത്. ആ പുനരാവിഷ്കരിച്ച ഭാഗം ആവർത്തിച്ച് സ്റ്റേജുകളിൽ ഇന്നത്തെ തലമുറ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഥകളി പദങ്ങൾ ഇഷ്ടപ്പെടുന്ന, കഥകളി സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകളും ഈ താളവും അതിലേക്ക് കൂടി ലയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗൗരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലോറിൽ തന്നെ 2 തവണ ഈ അജിത ഹരേ മാധവ ഗൗരി വന്ന് ആലപിച്ചിട്ടുണ്ട്. ഒരു തവണ നമ്മുടെ എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിലും, ഒന്ന് നമ്മുടെ വാർഷിക പരിപാടിയിലും. ഈ 2 തവണയും ഗൗരി ഇവിടെ വന്ന് ആലപിച്ചിട്ടുണ്ട്. അന്നും ഈ രീതിയിൽ ഗൗരിക്കെതിരെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ സൈബർ ലോകത്തുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അവതരണ രീതിയോടുള്ള അല്ലെങ്കിൽ ഗൗരി പറയുന്ന രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ്, ഗൗരിയോടുള്ള വിയോജിപ്പ്. കാരണം ഒരു നമ്മൾ പറയുമല്ലോ ആംഗ്രി യങ് മാൻ എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആംഗ്രി യങ് വുമൺ ഒരു പോർട്രയലാണ് ഗൗരി ലക്ഷ്മിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ വ്യക്തിപരമായി എതിർക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പരിശോധനയിൽ ആദ്യം പരിശോധിച്ചത് സിലബസിനെ കുറിച്ചാണ്. സിലബസ് എന്ന് പറയുമ്പോൾ BA മലയാളത്തിന്റെ സിലബസ് എങ്ങനെയാണ് വേണ്ടത്, ആധുനിക മലയാള സാഹിത്യം അത് കുട്ടികൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഇത് ചേരുക എന്നതാണ് നോക്കുന്നത്. കാരണം പ്രാചീന സാഹിത്യവും ആധുനിക സാഹിത്യവും 2 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അത് ഈ പഠന പദ്ധതിയുടെ ഭാഗമാണ്. BA മലയാളത്തിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ അക്കാദമിക വിദഗ്ധർ ഈ സിലബസിലേക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോൾ അക്കാദമിക വിദഗ്ധരുമായി എത്രത്തോളം ആലോചിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഒരു സബ്ജക്റ്റ്, ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴേക്കും ദ വർക്ക്സ് ഓഫ് എ പേഴ്സൺ ബൈ എനി യൂണിവേഴ്സിറ്റി ഹാസ് ടു ബി ഡൺ ത്രൂ എ സീരീസ് ഓഫ് അക്കാഡമിക് ഡിസ്കഷൻസ് എന്നാണ് മാനുവലിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് അക്കാഡമിക് ഡിസ്കഷൻസ് ഈ 2 ഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നതിൽ നടത്തിയിട്ടുണ്ടോ? അതായത് സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ ഇതിലൊക്കെ ചർച്ചയ്ക്ക് എത്രത്തോളം വന്നിട്ടുണ്ട്? അതോ കുറച്ചുപേരുടെ മാത്രം താല്പര്യമായി ഇത് ഉൾപ്പെടുത്തുകയായിരുന്നോ എന്ന ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. അത് ആ സർവകലാശാലയിൽ നടന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് അതാണ്. ഇവിടെ വേടന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോ ദളിത് ആൻഡ് ആന്റി ദളിത് ഈ 2 നറേറ്റീവുകളാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളിലൊന്നും വേടന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ദളിത് സംഗീതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദളിത് ആക്ടിവിസത്തെക്കുറിച്ചൊന്നും ആരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതൊന്നും ആയിരുന്നില്ല ഇവിടെ പരാതി. സന്ദേശം നൽകും. തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് ദളിതർക്കെതിരായ സന്ദേശം എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റല്ലേ? പിന്നെന്താണ്? തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് ഈ വേടന്റെ സംഗീതം അത് വേടൻ എത്രത്തോളം വേടന്റെ സംഗീതം ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ യോഗ്യമാണ് എന്നതാണ്. ആ യോഗ്യതയെക്കുറിച്ചാണ് ആ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ദളിതർക്കെതിരായ ഒരു ആക്ടിവിസം ആണ്, ആന്റി ദളിതാണ് എന്ന രീതിയിൽ ആ ചോദ്യങ്ങളിൽ ഞാൻ കണ്ടില്ല. താങ്കളുടെ സമയത്ത് താങ്കൾക്ക് സമർത്ഥിക്കാമല്ലോ. ഓക്കെ, ഞാനത് പറഞ്ഞൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ ചെറിയ പ്രായത്തിൽ ലഹരി ഉപയോഗിച്ചു, അത് വേടൻ തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ അഭിമുഖത്തിലടക്കം
അടക്കം ഈ കേസായപ്പോൾ അദ്ദേഹം എന്താണ് തൻ്റെ ഫ്ളാറ്റിൽ നിന്ന് ലഹരിമരുന്ന് അടക്കം വേടനെയും സുഹൃത്തുക്കളെയും പിടിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. അതിലെന്താണ് പിന്നീട് നടന്ന കാര്യങ്ങളെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വേടൻ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഹിരൺദാസ് മുരളി എന്ന വേടൻ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ അതായത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ലഹരി ഉപയോഗിച്ച് വന്ന ഒരാളാണ്, ലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ട്. അതിലയാൾ പശ്ചാത്തപിക്കുമ്പോൾ ആ പശ്ചാത്താപം, ആ കുറ്റബോധം ഭാവിയിൽ ആ തെറ്റാവർത്തിക്കാതിരിക്കുന്നില്ലേ? കാരണം നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു യൂത്ത് ഐക്കണായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ് വേടൻ. ഇപ്പോഴും ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമാണ് വേടൻ്റേത്. ഈ 30 വയസ്സായി വേടനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വളർച്ചയുടെ ഘട്ടമാണ്. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് അയാൾക്ക് പോകാനുള്ള സമയമാണ് ഇനി നിൽക്കുന്നത്. അപ്പോൾ അയാൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഞാൻ, എന്നെ കേട്ടിരിക്കുന്ന ചെറിയ കുട്ടികൾ മുതലുള്ളവരുണ്ട്, അവരാരും ഇങ്ങനെ ആയി പോകരുത് എന്ന് അയാൾ പറയുന്നതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അയാൾ അത് തെറ്റ് തിരുത്താൻ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അയാൾ തന്നെ സമ്മതിക്കുകയാണ്, ആരും ആട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരം അയാളെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ആരും ചിത്രീകരിക്കുന്നില്ല. അയാൾ തന്നെ ഓപ്പൺ അഡ്മിഷനാണ്, അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറയുകയാണ്, ഈ വേടനെതിരായ എതിർപ്പിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞ് ഈ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ കൗണ്ടർ അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അത് ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വേടനെ എന്ത് പറഞ്ഞാലും ഇപ്പുറത്ത് സംഘപരിവാറാണ് ഇപ്പുറത്തെ സംഘപരിവാറാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദളിതനും ദളിതരല്ലാത്തവരും അങ്ങനെയുള്ളൊരു ജാതീയമായിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കേണ്ട കാര്യം ഈ വിഷയത്തിലുണ്ടോ എന്നതുകൂടി നമ്മൾ നോക്കണം. കാരണം എം എം ബഷീറിന്റെ ഒരു പശ്ചാത്തലം കൂടി നോക്കൂ. എം എം ബഷീർ ആരാണ്? എം എം ബഷീറിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നതുകൂടി നമ്മൾ നോക്കണം. അദ്ദേഹത്തിന്റെ 40-ലധികം വിമർശനാത്മക കൃതികൾ. എന്താണ് സാഹിത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറും ഒരു അധ്യാപകൻ മാത്രമല്ല, വിമർശനാത്മകമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം 2022 ലഭിച്ചയാളാണ് എം എം ബഷീർ. മാത്രമല്ല അദ്ദേഹത്തിന്റെ മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലെ കൃതികളെക്കുറിച്ചും പഠിച്ച് അതേക്കുറിച്ച് പരമ്പരകൾ പത്രങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു രാമായണ പരമ്പര തന്നെ കർക്കിടക മാസത്തിലൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കർക്കിടക മാസം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ ആ രീതിയിൽ സ്വന്തം മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലുള്ള കൃതികളെക്കുറിച്ച് പോലും, അപ്പോൾ ഈ കഥകളി പദം പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കമ്പാരിസനെ കുറിച്ച് ഇത് രണ്ടും യോജിക്കില്ല എന്ന് കണ്ടെത്താൻ അദ്ദേഹം യോഗ്യനാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. കാരണം അദ്ദേഹം ഈ തിരിയച്ചെരുവുകൾ, അദ്ദേഹത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ച, തായത്ത് അവാർഡ് ലഭിച്ച കൃതിയാണ് തിരിയച്ചെരുവുകൾ. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 വർഷം മുൻപ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇനി വേടന്റെ വരികളിലേക്ക് വരാം. വേടന്റെ വരികളെ ഇവിടെ ജിമ്മി ജെയിംസ് കൃത്യമായിട്ടത് വിലയിരുത്തിയല്ലോ. അതിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന, പാടിയിരിക്കുന്ന വേടന്റെ ആ ഒരു ഗദ്യകവിതയായിട്ടാണ് നമുക്ക് ഈ ടെക്സ്റ്റ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു ഗദ്യകവിതയാണ്. അതായത് ഈ വൃത്തനിബദ്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഗദ്യകവിതയായി എഴുതി വെച്ചിരിക്കുന്ന വരികളിലൂടെ പോകുമ്പോൾ തോന്നുകയും അത് പാടി റാപ്പ് സംഗീതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാക്കി വേടന് മാറ്റാൻ കഴിയുകയും ചെയ്തിടത്താണ് ആ ഒരു രചനയുടെ പ്രസക്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാതെ ഇപ്പോൾ ഈ ഒരു വരി എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗദ്യകവിതയുടെ ഭാഗമായിട്ടേ തോന്നുകയുള്ളൂ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ച് വരുമ്പോൾ ഒരു വരി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സംഗീതം ആസ്വദിക്കുന്നതും വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വായിക്കുന്ന വരികളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് കേട്ടുകൊണ്ട് വേടന്റെ ഒരു പെർഫോമൻസ് ഒരു QR കോഡ് സ്കാൻ ചെയ്തല്ല കുട്ടികൾ പഠിക്കുന്നത്. ഇതൊരു ഗദ്യകവിതയായി ഒരു പേപ്പറിൽ അച്ചടിച്ച് വരുന്ന ഒരു ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിലേക്ക് വരിക എന്നതുകൂടി നമ്മൾ നോക്കണം. സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി പലകാതം താണ്ടി, മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി. ഇങ്ങനെ 4 വരിയായി ഇത് എഴുതി വെക്കുമ്പോഴേക്കും വേടൻ ഉദ്ദേശിക്കുന്ന, വേടന്റെ ആ കൃത്യമായിട്ടുള്ള ആ വാചകങ്ങൾക്ക് കൊടുക്കുന്ന സ്ട്രെസ് അടക്കം വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ നല്ല ഒരു കലാരൂപമായി മാറുന്നത്. അല്ലാതെ ഈ രീതിയിലാണ് ഇത് അച്ചടിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് സെർവ് ചെയ്യുമോ എന്നൊരു കാര്യം സ്വാഭാവികമായി അവിടെ ഞാൻ പറയട്ടെ, പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. അച്ചടിച്ച് വരുമ്പോൾ ഇത് അങ്ങനെയാണല്ലോ. അതായത് ഞാൻ പറഞ്ഞോട്ടെ, കഥകളി പദത്തിന്റെ കാര്യത്തിലേക്ക് ഗൗരിലക്ഷ്മിയിലേക്ക് വരാം. വേടനൊന്ന് പൂർത്തിയാക്കട്ടെ, താങ്കൾ ഇങ്ങനെ അസഹിഷ്ണനാകാതിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വരികളെ ഇത്രമാത്രം ഭയന്നിട്ട് ഒഴിവാക്കുന്നതാണോ? അതിന്റെ ഉത്തരം അങ്ങനെയല്ല എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം വേടന്റെ ഗാനം അത് പേജ് 27 മോഡ്യൂൾ 4 യൂണിറ്റ് 21 പോപ്പ് സംഗീതം, റാപ്പ് സംഗീതം, അമേരിക്കൻ സംസ്കാരത്തിന്റെ ആധുനിക രൂപങ്ങൾ. അപ്പോൾ അതിൽ പോപ്പ് സംഗീതം എന്താണെന്ന് പറയുന്നു, മൈക്കൽ ജാക്സനെ കുറിച്ച് പറയുന്നു, റാപ്പ് സംഗീതത്തെക്കുറിച്ച് പറയുന്നു. അവിടെ സംഗീതത്തിന് വലിയ പ്രാധാന്യമില്ല, ചലനങ്ങളിലൂടെയും നൃത്തച്ചുവടുകളിലൂടെയും വൈവിധ്യമാർന്ന ശബ്ദ സന്നിവേശത്തിലൂടെയും സൃഷ്ടിക്കുന്ന ഒരു പ്രകടനമാണ്. താളാത്മകമായ സംഭാഷണ ചൊല്ലുകൾ കൊണ്ട് സഹൃദയരെ ഇളക്കിമറിക്കുക. അവിടെയാണ് എനിക്കിതിൽ ഈ ഫൈൻഡിങ്ങിനോടൊരു വിയോജിപ്പുള്ളത്. കാരണം ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ തന്നെ ആളുകളെ, സഹൃദയരെ ഇളക്കിമറിക്കുക തന്നെയല്ലേ വേടനം ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പാരിസന് വിധേയമാക്കിയാൽ എന്താണ് കുഴപ്പം? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം അതിനെ താരതമ്യപ്പെടുത്താൻ സിലബസിൽ ആവശ്യപ്പെടുന്നില്ല. അവിടെ ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന മൈക്കൽ ജാക്സന്റെ ഗാനം വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇതിന്റെയും സംഗീത സവിശേഷതകളെ കുറിച്ചാണ്, വരികളെ കുറിച്ച്,
അച്ചടിച്ച് വെച്ചിരിക്കുന്ന വരികളെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഇവിടെ സംഗീത സവിശേഷതകളാണ്, എങ്ങനെയാണ് ആ റാപ്പ് സംഗീതം പ്രസന്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ താരതമ്യത്തിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് വേടന്റെ വായ്ത്താരിയാണ്. ലോകത്ത് അനേക കാലങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളെ ഇതൊരു ഇന്റർനാഷണൽ കവിത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതൊരു റാപ്പ് സംഗീതം അല്ലെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ കവിതയാണ്, ഒരു ഇന്റർനാഷണൽ ഗദ്യ കവിത. കാരണം ഇന്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പല പല ഇടങ്ങളിലെ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള അതിനെല്ലാത്തിനും ചേരുന്ന രീതിയിൽ ഒരു ഇഴയടുക്കം കൊണ്ടുവന്നിട്ടുള്ള ഒരു രചനയായിട്ടാണ് വേടൻ അത് എഴുതിയിരിക്കുന്നത്. ഇതിൽ കേൾവിക്കാരുടെ മനസ്സുകളിൽ ഒരു നിമിഷം ആ സംഭവത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഉണർത്തുക എന്നതാണ് ലക്ഷ്യം. ചിലയിടത്ത് വസ്തുതാപരമായ തെറ്റുകളും ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം പൊതു സ്വഭാവമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ BA മലയാളം വിദ്യാർത്ഥികൾക്ക് ഈ സംഗീത സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യം അപ്രാപ്യമാണ് എന്ന് പറയുകയാണ്. അല്ലാതെ വേടന്റെ വരികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഞാൻ ആ വരികളെക്കുറിച്ച് പറയാനുള്ള കാരണം ഇപ്പോൾ താങ്കൾക്ക് ബോധ്യമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ വരികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഈ ഫൈൻഡിങ്ങിൽ വേണ്ടേ? വരികളെക്കുറിച്ചുള്ള അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഒരു കുഴപ്പവും ഇതിൽ കാണുന്നില്ല. ഇതിൽ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നിഗമനത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ സംഗീതപരമായ സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യം. മൈക്കിൾ ജാക്സനെ കുറിച്ച് അറിയാത്തവരായിരിക്കും 18 വയസ്സുള്ള ഒരു BA മലയാളം വിദ്യാർത്ഥി എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അല്ലെങ്കിൽ വേടന്റെ പാട്ട് കേൾക്കാത്ത ഒരാളായിരിക്കും ഒരു BA മലയാളം വിദ്യാർത്ഥി എന്ന് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കേണ്ട എന്ന ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് M ബഷീർ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യമാണ്. അത് ഇവിടെ വേടനെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേടന്റെ സംഗീതം ഇഷ്ടമല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് രണ്ടും കൂടി വിദ്യാർത്ഥികൾക്ക് പറ്റില്ല എന്നുള്ള ഒരു പൊതുവൽക്കരിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആ കൺക്ലൂഷനിലേക്ക് എങ്ങനെ M ബഷീർ എത്തി? M ബഷീർ BJP അനുഭാവിയാണോ? അല്ല. BJP കാരനാണോ? അല്ല. സംഘപരിവാറുകാരനാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എടുത്തു നോക്കിയത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം നേരത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോലി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പാട്ട് ഒഴിവാക്കിയ ഗൗരിയുടെ പാട്ട് ഒഴിവാക്കിയതടക്കം അതിന് പിന്നിൽ വിവാദങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമമാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു തരത്തിലും എങ്ങനെയൊക്കെ പരിശോധിച്ചാലും, ഞാൻ കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ചു, പക്ഷേ ആരും ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ചായ്വിനെ കുറിച്ച് പറയുന്നില്ല. എന്തുകൊണ്ട് പിന്നെ M ബഷീർ എന്ന ഒരു അധ്യാപകൻ ഒരു വിമർശനാത്മകമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്ന, രാമായണ മാസത്തെക്കുറിച്ച് പരമ്പരകൾ എഴുതുന്ന ഇങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇതിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ എന്തായാലും BA മലയാളം സിലബസിൽ ഈ പാഠഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേടന്റെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ വേടന്റെ ജാതിയുമായോ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വേടനെ ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം. വേടനെ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുജയ പറഞ്ഞ ഒരു വിഷയത്തോടുള്ള എൻ്റെ ഒരു പ്രതികരണം, വേടനെ സംഘപരിവാറുകാർ ഏതെങ്കിലും തരത്തിൽ ദളിത് വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. 3 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. വേടനെതിരെ NIAക്ക് പരാതി കൊടുത്ത പാലക്കാട്ടിലെ BJP നേതാവിൻ്റെ പേരെന്താ? മിനി കൃഷ്ണകുമാർ എന്നല്ലേ? നമ്പർ 1. നമ്പർ 2, വേടനെക്കുറിച്ച് കുണ്ടറയിലെ ക്ഷേത്രത്തിൽ വെച്ച് NR മധു എന്ന കേസരിയുടെ പത്രാധിപർ പറഞ്ഞ വാചകം എന്താ? ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ? അത് സംഘപരിവാറിൻ്റെ വാക്കല്ലേ? ശശികല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞത് എന്താ? ഈ പട്ടികജാതി വിഭാഗക്കാരുടെയും ആദിവാസി വിഭാഗത്തിൻ്റെയും ഒക്കെ പാരമ്പര്യ കലാരൂപമാണോ റാപ്പ് സംഗീതം എന്നാണ്. എന്നിട്ടൊരു വാക്ക് അദ്ദേഹം അവർ വിശേഷിപ്പിക്കുന്നുണ്ട്, അതിവിടെ പറയാൻ കൊള്ളൂല. അതാണ് വേടനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ സംഘപരിവാറുകാർക്ക് വേടനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഭിന്നതയോ ഇല്ല എന്ന സുജയുടെ വാദം നിലനിൽക്കുന്നതല്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ ടേക്ക്. രണ്ടാമത് ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇന്ന് യഥാർത്ഥത്തിൽ വളരെ നിർഭാഗ്യകരമാണ്. ബഷീറിൻ്റെ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായും വായിച്ചു. ബഷീർ എന്ന് പറയുന്ന ഒരു മുതിർന്ന അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, ചരിത്രത്തിൻ്റെ അക്കാദമിക് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലിടാൻ പാകത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് M ബഷീർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ആദ്യമേ പറയുന്നു. അതിനെന്താണ് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സിലബസിൻ്റെ സമഗ്ര രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ M ബഷീറിനെ പോലൊരു മുതിർന്ന അധ്യാപകന് കഴിയാതെ പോയതെന്താണ്? നേരത്തെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, M ബഷീറിൻ്റെ വാക്കുകൾ സംഗീതം പഠിക്കാൻ കുട്ടികൾ പ്രാപ്തരല്ലാത്തതുകൊണ്ടാണ് ഈ പാഠപുസ്തകത്തിൻ്റെ സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ബഷീറിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ സുജയ? ബഷീറിൻ്റെ അഭിപ്രായത്തോട്? അല്ല, സംഗീതം പഠിക്കാൻ, അതായത് BA മ്യൂസിക് അല്ലെങ്കിൽ MA മ്യൂസിക് കോഴ്സിൽ കൊടുക്കേണ്ട ഒരു സംഗീതത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഈ BA മലയാളം പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും സംഗീതത്തോട് താല്പര്യവും ഉണ്ടാകില്ല. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി. അത് തന്നെയാണ് സുജയ പറയുന്നത്. ഇനി അദ്ദേഹത്തെ പോലെ അറിവുള്ള ഒരാൾ കണ്ടെത്തിയ കാര്യം, ഞാൻ മലയാളം ഇല്ല, ഞാൻ സുജയുടെ അഭിപ്രായം ചോദിച്ചുള്ളൂ. ഇല്ലെങ്കിൽ സുജയ്ക്ക് അറിയില്ല എന്നങ്ങ് പറയാം. സുജയ M ബഷീറിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സുജയെ കുറിച്ച് പറഞ്ഞത്. ഇനി എന്താണ് M ബഷീർ പറയുന്നത്? M ബഷീർ പറയുന്നത് ഇതിൽ സാഹിത്യ
പഠിക്കേണ്ടടുത്ത് കുട്ടികൾ സംഗീതത്തിൻ്റെ താരതമ്യം പഠിക്കുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ എന്താ ഈ കോഴ്സ്? ഈ കോഴ്സ് എന്ന് പറയുന്നത് താരതമ്യ പഠനമാണ്, താരതമ്യ സാഹിത്യ പഠനമാണ്, അതിൻ്റെ സാമാന്യ പരിചയമാണ്. എന്താണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ വരിക? താരതമ്യ സാഹിത്യ പഠനത്തിൽ വരുന്നത് പ്രമേയമുണ്ട്. പ്രമേയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ. എന്തുകൊണ്ടാണ് 1996 ഇറങ്ങിയ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന ഒരു ഗാനവും 2020 ഇറങ്ങിയ നമ്മളുടെ വേടൻ്റെ ഈ ഭൂമിയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ പാട്ടും ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ള പാട്ടും എന്താണ് അതിൻ്റെ പ്രമേയം? ആ പ്രമേയത്തിൻ്റെ താരതമ്യ പഠനം സാഹിത്യ പഠനമല്ലേ സുജയ? താരതമ്യ പഠനമല്ലേ എം ബഷീർ? അത് സംഗീതമാണോ? വരികൾ എഴുതി വെച്ചിരുന്നാൽ എങ്ങനെ സംഗീതം പഠിക്കുന്നതാണ്? സാർ, ഇത് താരതമ്യ സാഹിത്യ പഠനമാണ്. ഒരു കാര്യം പറഞ്ഞിരുന്നു, താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ താരതമ്യ പഠനം അത് സംഗീതത്തിലൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് കൂടി കൊടുക്കണമെന്നേ. സംഗീതം പാട്ട് കൂടി കേൾക്കൂ. അതൊന്നുകിൽ ഇതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. എന്താണ് ഈ പേപ്പർ എന്നതിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് താരതമ്യ സാഹിത്യ പഠനമാണ്. ആ ബോധ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രമേയ പഠനം, പ്രമേയ താരതമ്യം എന്നുള്ളത് താരതമ്യ സാഹിത്യ പഠനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് എം ബഷീറിനെ പോലുള്ള മുതിർന്ന അധ്യാപകൻ എങ്ങനെ മിസ്സായി? എന്താ ഒരു വാചകമില്ലാത്തത്? ഈ പറയുന്ന ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന ഈ മ്യൂസിക്, അതിൻ്റെ വരികൾ ഈ എം ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വരികൾ? എൻ്റെ കയ്യിലുണ്ടല്ലോ. അതിനുശേഷം ഒരു വലിയ വിവാദമുണ്ടായി 1996 ശേഷം. ദേ ഡോണ്ട് കെയർ അസ് പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു അന്നത്തെ ആരോപണം? ഇത് വലിയ ആൻറ്റി സെമിറ്റിക്കായ ജൂക്കൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഗാനമാണ് എന്ന രീതിയിൽ അന്ന് മൈക്കിൾ ജാക്സനെ തൊലിയുരിക്കാൻ പോയി ഇതേപോലെയുള്ള അവിടുത്തെ സംഘികൾ. അന്ന് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? The song in fact is about the pain of prejudice and hate and is a way to draw attention to social and political problems. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ എഴുതിയ വരികൾ, മുൻവിധിക്കെതിരെയുള്ള എൻ്റെ വരികളാണിത് എന്നാണ് അന്ന് മൈക്കിൾ ജാക്സൺ പറയുന്നത്. തുടരുന്നു, I am the voice of the accused and attacked. ആക്രമിക്കപ്പെടുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ, ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ ശബ്ദമാണ് ഞാൻ. ഇവിടെ ആ വരികൾ നോക്കൂ. ജോർജ് ഫ്ലോയിഡിനെ കുറിച്ച് അതിനകത്തൊരു വരി, ജോർജ് ഫ്ലോയിഡിനെ കുറിച്ചുള്ള വരി, ആ വരിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോവുന്നത് ബഷീറിന്? താരതമ്യ പഠനം ഇവിടെയല്ലേ സാധ്യമാവുന്നത്? അക്യൂസ്ഡ് ആയവൻ്റെയും അറ്റാക്ക് ചെയ്യപ്പെട്ടവൻ്റെയും മർദ്ദിതരുടെയും പീഡിതരുടെയും ശബ്ദമാണ് ഞാൻ എന്ന് പറയുന്ന മൈക്കിൾ ജാക്സന്റെ ഈ ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന പാട്ടിലും വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ടിൻ്റെയും പ്രമേയത്തെ താരതമ്യം ചെയ്യാൻ അത് വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. തുടരുന്നു, I am the skinhead, I am the Jew, I am the black man, I am the white man. I am not the one who has attacking. It is about the injustice to young people and how the system can wrongfully accuse them. അതല്ലേ ഈ കവിതയിൽ പറയുന്നത്? കോങ്കോയിലെ ഖനികളിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് വേടൻ പറയുന്നു, കോങ്കോ നിൻ ഖനികളിൽ 1000 കുരുന്നു ജീവൻ നൊന്തു മരിപ്പൂ എന്നാണ് പറയുന്നത്. യൂത്തിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവിടെ മർദ്ദിതരായ മനുഷ്യരെക്കുറിച്ച് അവിടെ അങ്ങ് അമേരിക്കയിലിരുന്ന് മൈക്കിൾ ജാക്സൺ പാടുന്നു, ഇവിടെ കേരളത്തിലിരുന്ന് ഇവിടെ വേടൻ പാടുന്നു. ഈ രണ്ട് സാഹിത്യ സൃഷ്ടികളിലെയും പ്രമേയത്തിൻ്റെ താരതമ്യ പഠനം എങ്ങനെയാണ് ബഷീർ എന്ന ഒരു മുതിർന്ന അധ്യാപകന് നഷ്ടപ്പെട്ടത്? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതിവിടെ എവിടെയാ പ്രശ്നമെന്നറിയാമോ? ഇന്ത്യയെക്കുറിച്ചുള്ള വരി എന്ന് ജിമ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്തായിരുന്നു ആ വരി? മതത്തിൻ്റെ ഇരുളിൽപ്പെട്ട് ഭാരതാംബ പോലും വെട്ടം തേടി അലയുകയാണ്. ഒറ്റ വരി. ഈ വരിയിലാണ് പലരുടെയും കുരു പൊട്ടിയത്. ബാക്കിയുള്ള കുരു ഒന്നും പൊട്ടില്ല. സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയെളിപ്പത് നീച്ചേറിപ്പു പൊട്ടില്ല. കൊറിയയ്ക്കുമേൽ കഴുകൻ പാറിപ്പറക്കുന്നു കാവലിരിപ്പു പൊട്ടില്ല. മെക്സിക്കോയിൽ മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ 6 തടുപ്പു. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ മൈ ഫ്രണ്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ ഇവിടെ എതിർക്കണമെങ്കിൽ ഒരൊറ്റ വരിയേ ഉള്ളൂ. അതാണ് മതത്തിൻ്റെ ഇരുളിൽപ്പെട്ട് ഭാരതാംബ പോലും വെട്ടം തേടി അലയുകയാണ്. ഈ വരിയിലാണ് പ്രശ്നം. ആ വരിയിൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ NR മധുവിൻ്റെ, നേരത്തെ പറഞ്ഞ മിനി കൃഷ്ണകുമാറിൻ്റെ, നേരത്തെ പറഞ്ഞ ശശികലയുടെ വാക്കുകളുടെ തുടർച്ചയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ് കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇതിലെ ആദ്യ പരാതി. ആ പരാതിയിൽ പറയുന്ന 3ാമത്തെ ഭാഗം വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത്, വേടൻ്റെ ഗാനം എന്നാണ്. വേടൻ്റെ ഈ എഴുതിയ വരികളോ അതിലെ സാഹിത്യമോ അല്ല. വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിനു പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ നടക്കണം എന്ന് പറഞ്ഞാൽ വേടൻ്റെ ഭൂമി വാഴുന്നൊരിടം എന്ന് പറയുന്ന പാട്ടുമാറ്റി മറ്റേതെങ്കിലും വേടൻ്റെ പാട്ട് വയ്ക്കാനല്ല പറയുന്നത്, വേടനെ മാറ്റണമെന്നാണ് പറയുന്നത് സുജയ.
അതാണ് പ്രശ്നം. വേടനെ മാറ്റി പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, എം ബഷീറിന് തെറ്റിയ ഒരു ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായൊരു കാര്യം ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ കാണുന്നൊരു ഭാഗമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എം ബഷീറിനെ പോലെയുള്ള ഒരു അധ്യാപകനൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇഴയടുപ്പത്തോടെ കാവ്യാത്മകമായ സങ്കല്പനങ്ങൾ സൃഷ്ടിക്കുവാനോ അവയെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല. ആ വരികൾ മുഴുവൻ ഇഴയടുപ്പത്തോടെ പാകി വെച്ചിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രതിരോധങ്ങളുടെ ഐലൻ കുർദിയെക്കുറിച്ചുള്ള കരച്ചിലു പോലെ, സിറിയയിലുള്ള വേദന പോലെ, കൊറിയയിലുള്ള രാഷ്ട്രീയ അസംതൃപ്തി പോലെ, കോങ്കോയിലുള്ള ഖനികളിൽ വീഴുന്ന മനുഷ്യരെ പോലെ, ആമസോൺ മഴക്കാടുകൾക്ക് സംഭവിക്കുന്ന ദൈന്യത പോലെ ഈ ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ പ്രതിരോധത്തിൻ്റെ മാലയാണത്. ആ മാലയ്ക്ക് എങ്ങനെ ഇഴയെടുപ്പമില്ല എന്ന് പറയുക? ഇത്രയും ഇഴയെടുപ്പമുള്ള, ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിൽ പോലും കാണാൻ കഴിയാത്തതിലും അധികം വരികളുടെ കൃത്യമായ ഇഴയെടുപ്പം നമുക്കിതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ എവിടെയാ പ്രശ്നം? അതിനിടയ്ക്ക് നേരത്തെ സുജയ പറഞ്ഞല്ലോ ഇതൊരു ഗദ്യ കവിതയാണെന്ന്. റാപ്പ് സംഗീതത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. റാപ്പ് സംഗീതത്തിന്റെ ചരിത്രം നമ്മൾ പറയാനുള്ള കാരണമുണ്ട്. അല്ല, താങ്കൾ എന്റെ പേര് കുറെ തവണയായി പരാമർശിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താങ്കൾക്ക് സമയം തരാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഒരു പ്രതിരോധ മാല പോലെ തീർത്തിരിക്കുന്ന ഈ ഗാനത്തിലെ വരികൾ, ആ വരികൾക്ക് ചേർച്ചയില്ലെന്ന് എങ്ങനെയാണ് എം ബഷീർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടറിന് മനസ്സിലാക്കേണ്ട കാര്യം, ഡോക്ടർ എം ബഷീറിന് ഇത് അറിയാഞ്ഞിട്ടല്ല. ഇതിൽ ആരെയും വേദനിപ്പിക്കാതെ ഒരു റിപ്പോർട്ട് നൽകണം, വിവാദമാകാതെ റിപ്പോർട്ട് നൽകണം എന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് അത്. വിദ്യാർത്ഥികൾക്ക് ഇത് താരതമ്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ വിവാദമാവില്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഓരോ വരിയായിട്ട് എടുത്ത് വിവാദമാക്കി. ഒരു കാര്യം കൂടി, ഇനിയുണ്ട് ഒരു ഭാഗം കൂടി കേട്ടോ. ഇതിനകത്ത് സ്വാധീനതാ പഠനം താരതമ്യ സാഹിത്യ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എങ്ങനെയാണ് പുതുതലമുറയെ ഇത് സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും അധികം ആളുകൾ ഈ വേടന്റെ സാഹിത്യ സൃഷ്ടിക്കൊപ്പം പഠിക്കണ്ടേ സുജയ? പഠിക്കണ്ടേ എം ബഷീർ? ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ, ഒരു കലാരൂപം എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ കലാരൂപത്തിൻ്റെ പുനരാവിഷ്കാരം? ആ സിലബസിൻ്റെ വ്യക്തമായ ഭാഗത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ മൊഡ്യൂളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ താരതമ്യ പഠനം, പുതുപ്രവണതകൾ, ക്ലാസിക്കൽ കലാരൂപങ്ങൾ, 20-ാമത്തെ അധ്യായം 4-ാമത്തെ മൊഡ്യൂൾ, ക്ലാസിക്കൽ കലാരൂപങ്ങൾ, പുനരാവിഷ്കാരങ്ങൾ, താരതമ്യ പഠനം എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ പുനരാവിഷ്കാരം എങ്ങനെയാണ് സാധ്യമാവുക? കഥകളിയായിട്ടല്ലല്ലോ പുനരവതരിപ്പിക്കുക. കഥകളി സംഗീതത്തെ കഥകളി സംഗീതമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെവിടെയാണ് പുനരാവിഷ്കാരം വരണമെങ്കിൽ അജിത ഹരേ മാധവ, മുരിങ്ങൂർ ശങ്കരം പോറ്റിയുടെയും കുചേലവൃത്തം കഥകളി, PSV നാട്യസംഘം കോട്ടക്കലിൻ്റെയും ഒപ്പം അജിത ഹരേ എങ്ങനെയാണ് ഒരു യൂത്തിൻ്റെ ഇടയിൽ ഒരു സ്വാധീനമുണ്ടാക്കുന്നത്? അതാണ് സ്വാധീനതാ പഠനം. ആ സ്വാധീനതാ പഠനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ എങ്ങനെയാണ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്കിതിൽ വിമർശനങ്ങൾ കൊണ്ടുവരാം. സർവകലാശാല പറയുന്നത് എന്താ? ഗൗരി ലക്ഷ്മിയുടെ പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗൗരി ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നതല്ല, ഇത് കുട്ടികളാണ് പറയേണ്ടത്. ഈ താരതമ്യ പഠനത്തിൽ ക്ലാസിക്കൽ കലാരൂപത്തിൽ ഈ പുനരാവിഷ്കാരം നടത്തുമ്പോൾ അതിൻ്റെ തനതു രീതി നഷ്ടപ്പെട്ടു പോകുന്നു. കുട്ടികൾ കണ്ടെത്തട്ടെ, അതിനാണല്ലോ സർവകലാശാല, അതിനുവേണ്ടിയല്ലേ സർവകലാശാല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതാണ് കൗതുകകരമായ കാര്യം. BJP പ്രതിനിധിയായ ശ്രീ അനുരാജിൻ്റെ പരാതി എന്താണെന്നറിയാമോ? ഈ ശ്രീമതിയുടെ ദൃശ്യാവിഷ്കരണം ഭക്തിയുമായി ഇണങ്ങുന്നതാണോ? ഇട്ടിരിക്കുന്ന കുപ്പായം നോക്കിപ്പോകാൻ നാണോ ഇല്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എവിടെയൊക്കെ നോക്കിപ്പോയത്? കാവ്യവസ്ത്രം നോക്കിപ്പോയതിന് സിനിമാ നടിയുടെ അടിവസ്ത്രത്തിലേക്കാണ്. ഒരു സിനിമ കുറേ കാലം പെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിഷേധം നടത്തി. നമുക്കറിയാമല്ലോ, കാവ്യവസ്ത്രം അവിടെ അവർ അടിവസ്ത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെയും ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേ ലോജിക്കല്ലേ? ആ ഭവതിയുടെ, ഈ ശ്രീമതിയുടെ ഈ ആവിഷ്കാരം അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഭക്തിയുമായി ചേർന്നു പോകുന്നതാണോ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൊത്തം ആ അർത്ഥത്തിൽ ദൃശ്യാവിഷ്കരണം എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് സ്റ്റേജിൽ വന്നത് പ്രസന്റ് ചെയ്യുന്നത്? അവരിട്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും അവരിട്ടിരിക്കുന്നതിനെ കുറിച്ചുമുള്ള വലിയ ചർച്ചകൾ ഈ സമൂഹത്തിൽ നടത്തിയതാരാ? നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ പരാതി. ഒരാൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഒരാൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണ് ദൃശ്യമാകുന്നത്? അതാണല്ലോ ദൃശ്യാവിഷ്കാരം. അതല്ല ദൃശ്യാവിഷ്കാരം. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തുണിയുടെ പെർഫോമൻസ് അല്ല, ആ വരികളുടെ പെർഫോമൻസ് ആണ്. തുണിയിലേക്ക് മാത്രം നോക്കുന്നതിനാണ്. ഞാനല്ല നോക്കുന്നത്, നിങ്ങൾ അടിവസ്ത്രം നോക്കാൻ അല്ലല്ല, താങ്കളാണ് നോക്കിയത്. എന്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ. കഥകളിയുടെ വസ്ത്രം, കഥകളിയുടെ ഓരോ വേഷം, ആ വേഷത്തിന് ചേരുന്ന ഭാവം, ഇതെല്ലാം കഥകളിയുമായി ചേർന്നു പോകുന്ന ദൃശ്യാവിഷ്കാരമാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ ദൃശ്യാവിഷ്കാരത്തിന് പ്രശ്നം? എവിടെയാ നമ്മൾ ഈ പറയുന്ന ഗൗരിലക്ഷ്മിയുടെ ദൃശ്യാവിഷ്കാരത്തിൽ എവിടെയാ പ്രശ്നം? പറയൂ.
ഇതല്ലാതെ എവിടെ പ്രശ്നം പറയൂ? അല്ല, ഒരു പ്രശ്നം പറയൂ. ദൃശ്യാവിഷ്കാരത്തിലെ ഗൗരി ലക്ഷ്മിയുടെ ദൃശ്യാവിഷ്കാരത്തിൽ താങ്കൾ അതിനെ വസ്ത്രാവിഷ്കാരമായിട്ടാണ് അല്ലെങ്കിൽ പറയൂ, അവതരിപ്പിക്കുന്നത്. എന്താണ് പ്രശ്നമെന്ന് പറയൂ. തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢനീക്കമല്ലേ പരാതി? അതാണ് പ്രശ്നം. ഇതാണല്ലോ ഇത് ഞാൻ പറഞ്ഞത്, ഇതാണ് തെറ്റായ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ദുരവസ്ഥയുടെ കാര്യം പറഞ്ഞതുപോലെ ഇത് നമ്മളുടെയൊക്കെ ഒരു ദുരവസ്ഥയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് കേരളത്തിൽ എങ്ങനെ വിലപ്പോകും? കേരളത്തിൽ ഇത് അതിന് ഈ ആധുനിക കാലത്തെ ഒരു തുടക്കമാണ്. ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ NCERT പുസ്തകത്തിൽ മുഗളന്മാരുടെ ചരിത്രത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അക്രമികളും കൊലപാതകികളും തട്ടിപ്പുകാരന്മാരുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഔറംഗസേബിന്റെ പടനായകനെ മറന്നു പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ. അതുകൊണ്ട് MM ബഷീർ പഠിച്ചിരിക്കുന്ന MM ബഷീറിന്റെ ഈ പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്യന്തം അബദ്ധജടിലവും ഒരു കാരണവശാലും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിക്കാൻ പാടില്ലാത്തതുമാണ്. വേടനെ മനസ്സിലാക്കാനുള്ള വലിപ്പം MM ബഷീറിനോ പരാതി കൊടുത്ത ഒരാൾക്കുമോ ഇല്ല എന്നതാണ് എൻ്റെ ടേക്ക്. സിലബസിന്റെ പുറത്ത് പഠിച്ചോളുന്നേ. അതെ, നമുക്ക് വേടനെ ഒഴിവാക്കണോ എന്നതായിരുന്നു ചോദ്യം. വേടനെ ഒഴിവാക്കണ്ട എന്നുള്ളതാണ് 4 പേരുടെയും അഭിപ്രായം. Meet the editors.